So dear students, ഈ ഒരു ടോപ്പിക് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ഓഫ് മൈൽഡ് സ്റ്റീൽ. ദെൻ വർക്കിംഗ് സ്ട്രെസ്, ഫാക്ടർ ഓഫ് സേഫ്റ്റി, ആ ഒരു റിലേഷൻ. ഇതാണ് ഇന്ന് നമുക്ക് കവർ ചെയ്യാനുള്ള ടോപ്പിക്സ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ഓഫ് മൈൽഡ് സ്റ്റീൽ എങ്ങനെ അല്ലെങ്കിൽ എന്താണ് അത് എന്നുള്ളത് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ ഞാനൊരു UTM മെഷീനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. UTM മെഷീൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനാണ്. അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു സ്കെച്ച് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. 2 വെർട്ടിക്കൽ സപ്പോർട്ടിംഗ് മെമ്പേഴ്സ് ഉണ്ടാവും. അതിലൊരു ഹൊറിസോണ്ടൽ ഹെഡ് ഉണ്ടാവും. അവിടെ ഒരു നോച്ച് ഉണ്ടാവും. ഒരു ബാർ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നോച്ച് ഉണ്ടാവും. പിന്നെ താഴെ ഒരു ഫിക്സ്ഡ് യൂണിറ്റ് ഉണ്ടാവും. ഇതിവിടെ ഫിക്സ്ഡ് ആയിരിക്കും. പിന്നെ നമുക്ക് വേണ്ട കൺട്രോളിംഗ് യൂണിറ്റ് ഉണ്ടാവും. ഇതാണ് ഒരു UTM മെഷീൻ എന്ന് പറയുന്നത്. ഇവിടെ കൺട്രോളിംഗ് യൂണിറ്റ്സ് ഉണ്ട്. അപ്പം ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട അയൺ ബാറിനെ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ ബാറിനെ ഇവിടെ കണക്ട് ചെയ്യുന്നു. ഈ 2 നോച്ചിന്റെ ഇടയിൽ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ മുകളിലത്തെ ഹൊറിസോണ്ടൽ ബാറിനെ, അതുകൊണ്ട് ഫിക്സ്ഡ് ആണല്ലോ, ഇതിന് മുകളിലേക്ക് മൂവ് ചെയ്യിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ മൈൽഡ് സ്റ്റീൽ ബാറിന് ഒരു വലിവ് ബലം ഉണ്ടാവുന്നു അല്ലേ? ഇങ്ങനെ പിടിച്ചു വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടെൻഷൻ കൊണ്ട് അല്ലെങ്കിൽ വലിവ് കൊണ്ട് ആദ്യം ഈ ഒരു ഷേപ്പ് ഉണ്ടായിരുന്ന അയൺ ബാർ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് നീളം കുറച്ചൊന്ന് കൂടി, പിന്നെ ഒരു ഫ്രാക്ചർ വന്ന് ഡയമീറ്റർ കുറഞ്ഞ് ചിലപ്പോൾ ഫാക്ടർ വന്ന് ഒരു വേറെ രീതിയിലേക്ക് മാറും. കുറച്ച് ലെങ്ത്തും കൂടി, പക്ഷെ ചില സ്ഥലത്തൊക്കെ ഡയമീറ്ററും കുറഞ്ഞു. അപ്പം ഇങ്ങനൊരു ഇലോങ്ങേഷൻ സംഭവിക്കുന്നു ഇതിന്, ഈ ഒരു സ്റ്റീൽ ബാറിന് ഇങ്ങനെ ടെൻഷൻ കൊടുക്കുമ്പോൾ. നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം, ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു ക്രോസ് സെക്ഷൻ ഏരിയ ഉണ്ടാവും. സോ ഫോഴ്സ് ബൈ ഏരിയ വിൽ ബി ഗിവിംഗ് എ സ്ട്രെസ്. അതേപോലെ ഇവിടെ ഒറിജിനൽ ലെങ്ത് ഉണ്ടായിരുന്നത് L ആയിരുന്നു, അല്ലെങ്കിൽ ക്യാപിറ്റൽ L ആയിരിക്കും. പിന്നെ ഇലോങ്ങേഷന് ശേഷം അത് ലെങ്ത് കൂടി വന്നു. ആൻഡ് സപ്പോസ് ദാറ്റ് ഇൻക്രീസ്ഡ് ലെങ്ത് ഈസ് ഡെൽറ്റ L. So there is an increasing in length. So that increasing length, suppose it is the increased length is delta L, original length is L, we will be having strain is equal to delta L by L. അപ്പോൾ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ സ്ട്രെസ്സും ഈ സ്ട്രെയിനും എങ്ങനെ റിലേറ്റ് ചെയ്യപ്പെടുന്നു. ആ ഒരു സ്ട്രെസ്സിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന മെഷീനാണ് UTM എന്ന് പറയുന്നത്. UTM, ദാറ്റ് ഈസ് യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ. അപ്പോൾ ഈ UTMൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു അയൺ ബാർ കണക്ട് ചെയ്തു. ഈ അയൺ ബാറിൽ ഒരു ഡയൽ ഗേജ് കണക്ട് ചെയ്യും. ഡയൽ ഗേജ് ഉദ്ദേശിക്കുന്നത് ഈ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിൽ ഈ ഒരു ഡയൽ ഉണ്ടാവും. ആ ഡയൽ ഫിക്സ്ഡ് ആയിട്ട് ഇവിടെ നേരത്തെ പറഞ്ഞ ആ ഫിക്സ്ഡ് ഹെഡിൽ കണക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ആവുന്ന സമയത്ത് ഈ ഡയലിൽ റീഡിങ് വരും. ഓക്കെ, സോ ദാറ്റ് റീഡിങ്, ദാറ്റ് ഈസ് ഈ കൗണ്ട് ആയിരിക്കും, ഇവിടെ റൊട്ടേഷൻ കൗണ്ടിലായിരിക്കും ഉണ്ടാവും. അതിനെ നമ്മൾ സെന്റിമീറ്റർ മില്ലിമീറ്ററിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഓരോ ലോഡ് ആക്ട് ചെയ്യുമ്പോഴും P1 ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡെൽറ്റ 1 അല്ലെങ്കിൽ ഡെൽറ്റ L1, ദെൻ P2 ഡെൽറ്റ L2, ഇങ്ങനെ കുറേ വാല്യൂസ് കണ്ടുപിടിക്കുന്നു. അത് സ്ട്രെസ് വാല്യൂ ഇങ്ങനെ പ്രഷർ വാല്യൂ, ഫോഴ്സ് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ഇലോങ്ങേഷൻ കൂടി വരും. ഈ ഒരു പ്രഷർ വാല്യൂ, ഫോഴ്സ് വാല്യൂ നിന്ന് സ്ട്രെസ്സും ഈ ഇലോങ്ങേഷൻ വാല്യൂ നിന്ന് ആബ്സലോണും അല്ലെങ്കിൽ സ്ട്രെയിനും കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതിനെ ഒരു ഗ്രാഫിലേക്ക് കൊണ്ടുവരുന്നു. Along the x-axis we are drawing the strain, and along the y-axis we are drawing the stress. So this is the stress-strain relationship of a mild steel. ഇനി ആ ഗ്രാഫ് എങ്ങനെയൊക്കെ ഉണ്ടാവുന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു ഇലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ
which will be following the Hooke's law. എന്താണ് ഹൂക്സ് ലോ പറയുന്നത്? We know Hooke's law states that sigma is proportional to epsilon, that is stress is proportional to strain, or sigma by epsilon equal to a constant that is known as Young's modulus. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. പക്ഷേ ഇത് വേറൊരു പോയിന്റ് കൂടി അവിടെ പറഞ്ഞിരുന്നു. ഈ ഹൂക്സ് ലോ വാലിഡ് അപ് ടു വാട്ട് പോയിന്റ്? അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് റീജിയൻ്റെ ഉള്ളിൽ മാത്രമേ ഈ ഹൂക്സ് ലോ വാലിഡ് ആവുള്ളൂ. അപ്പം അങ്ങനെ ഈ സ്റ്റീലാണ്, നമ്മൾ വേറൊരു കാര്യം കൂടി അവിടെ പറഞ്ഞിരുന്നു, സ്റ്റീലാണ് ഏറ്റവും കൂടുതൽ ഇലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഹൗ ദിസ് സ്റ്റീൽ അല്ലെങ്കിൽ ഹൗ ദിസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ ഈസ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ലോഡ്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റന്റ് അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ്. അപ് ടു ഇലാസ്റ്റിസിറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ് ടു സം പോയിന്റ് this stress is directly proportional to strain. Suppose that point is A. ഈ ഒരു പോയിന്റ് വരെ സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ദാറ്റ് പോയിന്റ് ഈസ് നോൺ ആസ് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. അപ്പോഴവിടെ ഇലാസ്റ്റിസിറ്റി നിലനിൽക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഫോഴ്സ് അപ്ലൈ ചെയ്തത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി അതിന്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു വരും. ഇനി നമ്മൾ ചെയ്യുന്നത് വീണ്ടും ലോഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ ഇലോങ്ങേഷൻ കൂടി കൂടി വരുന്നു. പിന്നെ ഒരു സ്റ്റേജ് എത്തുന്നു ബി എന്നൊരു പോയിന്റ്. സപ്പോസ് ദാറ്റ് പോയിന്റ് ഇസ് ബി. ഈ പോയിന്റിൽ വരെ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ബോഡി കംസ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. സോ ദാറ്റ് പോയിന്റ് ഇസ് നോൺ ആസ് ഇലാസ്റ്റിക് ലിമിറ്റ്. ബിക്ക് ശേഷം വീണ്ടും ലോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ അതിന് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിക്കുന്നു. ദാറ്റ് മീൻസ് പെർമനന്റ് ഡിഫോർമേഷൻ സംഭവിക്കുന്നു. തിരിച്ചു വരുമ്പോൾ എക്സാക്ട്ലി ഒറിജിനൽ ഷേപ്പിലേക്കും സൈസിലേക്കും തിരിച്ചു വരുന്നില്ല. ആ ഒരു സ്റ്റേജിലെത്തും അത്. ദാറ്റ് മീൻസ് ചില വഴക്കങ്ങൾക്കത് ബാധകമാകുന്നു, വഴങ്ങിക്കൊടുക്കുകയാണ്. That point is known as yield point C. അപ്പോൾ ഇവിടെ ഈ 0 മുതൽ A വരെ സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണലാണ്. ദാറ്റ് ഈസ് നോൺ ആസ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. അതിനുശേഷം വീണ്ടും ഇലാസ്റ്റിക് പ്രോപ്പർട്ടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അപ് ടു ബി ഇലാസ്റ്റിക് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ്. സോ ഇറ്റ് ഈസ് ബി ഈസ് കോൾഡ് ഇലാസ്റ്റിക് ലിമിറ്റ്. പിന്നെ അതിനുശേഷം ചെറിയ രീതിയിൽ ഈൽഡിങ് സംഭവിക്കുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു ഈൽഡിങ്. ദാറ്റ് പോയിന്റ് ഈസ് അപ്പർ ഈൽഡ് പോയിന്റ് എന്ന് പറയും. അതായത് ചെറിയ സ്ട്രെസ്സിൽ തന്നെ കൂടുതൽ ഡിഫോർമേഷൻ സംഭവിക്കുക. പിന്നെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സിയിൽ നിന്നും ഡിയിലേക്ക് എത്തുകയാണ്. പക്ഷെ അവിടെ വലിയ ലോഡില്ലാതെ തന്നെ പെട്ടെന്ന് സ്ട്രെയിൻ വല്ലാണ്ട് കൂടും. സ്ട്രെയിൻ കൂടി, സ്ട്രെസ് കുറഞ്ഞു. ലോഡ് കൊടുത്തിട്ടില്ലെങ്കിൽ സ്ട്രെസ്സിന്റെ വാല്യൂ, അതായത് ഈ വൈ വാല്യൂ കുറവായിരിക്കും, പക്ഷെ എക്സ് വാല്യൂ കുറച്ച് കൂടി, സ്ട്രെയിൻ കൂടി. ദാറ്റ് പോയിന്റ് ഇസ് നോൺ ആസ് ലോവർ ഈൽഡ് പോയിന്റ്. ഈ സിയും ഡിയും ആക്ച്വലി വളരെ ക്ലോസ് ആയിരിക്കും. നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരയ്ക്കെങ്കിലും ദാറ്റ് സി ആൻഡ് ഡി ആർ വെരി ക്ലോസ് ആക്ച്വലി ഇൻ പ്രാക്ടീസ്. സോ ദിസ് ഇസ് ദ ലോവർ ഈൽഡ് പോയിന്റ്, ദിസ് ഇസ് ദ അപ്പർ ഈൽഡ് പോയിന്റ്. വീണ്ടും ലോഡ് കൂട്ടുന്നു, സ്ട്രെസ് കൂടുന്നു. അപ്പോൾ ഇതിന്റെ കപ്പാസിറ്റി കുറച്ച് കൂടും, കൂടുതൽ ലോഡ് എടുക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും ഈ മെറ്റീരിയലിന്. അങ്ങനെ ലോഡിംഗ് കപ്പാസിറ്റി കൂടി 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 ഒരു സ്റ്റേജ് എത്തുന്നു, മാക്സിമം ലോഡിംഗ് കപ്പാസിറ്റി എത്തുന്നു. ദാറ്റ് പോയിന്റ് ഇസ് ഇ. ദിസ് ഇസ് ദ അൾട്ടിമേറ്റ് ലോഡ് കപ്പാസിറ്റി അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ്. നമ്മുടെ സ്ട്രെസ് വാല്യൂ പറയുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന പോയിന്റിൽ എത്തുന്നു. പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു പോർഷൻ വരെ അല്ലെങ്കിൽ ഈ ഒരു ഇ എന്ന പോയിന്റ് വരെ ഇതിൻ്റെ ഡീഫോർമേഷൻ യൂണിഫോം ആയിരിക്കും. അതായത് ആ ബാറിൽ ഡയമീറ്റർ കുറവ് വരുന്നത് എല്ലാ സ്ഥലത്തും ഒരുപോലെ, ഓൾമോസ്റ്റ് ഒരുപോലെ കുറഞ്ഞു വരും. അങ്ങനെ തന്നെ എല്ലാ പോർഷനിലും ഒരേ ലെങ്ത് ഇങ്ങനെ കൂടി കൂടി വരും. അപ്പോൾ ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്ന ബാറ് ഇവിടെ ഇങ്ങനെ കുറഞ്ഞ് 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 എല്ലാ പോർഷനിലും ലെങ്ത്തും ഡയമീറ്ററും ഓൾമോസ്റ്റ് യൂണിഫോം ആയിട്ട് കുറഞ്ഞു വരും അപ് ടു ദ പോയിന്റ് ഇ. വീണ്ടും നമ്മൾ ലോഡ് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? വീണ്ടും ലോഡ് കൊടുക്കുന്ന സമയത്ത് ഈ ഡയമീറ്റർ പെട്ടെന്ന് അവിടെ കുറയും ഇവിടുന്ന്.
ഇയിലെത്തിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ഡിഫോർമേഷൻ ചില ഏരിയയിൽ മാത്രം കോൺസെൻട്രേറ്റഡ് സ്ട്രെസ്സസും കോൺസെൻട്രേറ്റഡ് ഇലോങ്ങേഷനും സംഭവിക്കും. അതായത് ഇപ്പോൾ ബാറിലെ ചില ഏരിയയിൽ മാത്രം വല്ലാണ്ട് കുറഞ്ഞു വരും. ചില ഏരിയയിൽ മാത്രം നീളം വല്ലാണ്ട് കൂടുകയും ചെയ്യും. ഇവിടെ മാത്രം നീളം കുറച്ച് കൂടി അവിടെ ഡയമീറ്ററും കുറഞ്ഞു വന്നു. സോ ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് നെക്ക് ഫോർമേഷൻ എന്ന് പറയും. നമ്മളെ കഴുത്ത് തന്നെ നെക്ക് ഫോർമേഷൻ. ഈ നെക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നെ അത് ഫെയിലിയറിലേക്ക് പോവാം. പിന്നെ കൂടുതൽ ലോഡ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ പോയിന്റ് ഇ കഴിഞ്ഞാൽ പിന്നെ ലോഡിംഗ് കപ്പാസിറ്റി കുറയും. മീൻസ് സ്ട്രെസ് വാല്യൂ കുറയും. അങ്ങനെ ഒരു പോയിന്റ് എത്തി കുറഞ്ഞു വന്ന് ലോഡ് കപ്പാസിറ്റി കുറഞ്ഞ് പെട്ടെന്ന് അത് ബ്രേക്ക് ആവും. ദാറ്റ് പോയിന്റ് ഇസ് കോൾഡ് ബ്രേക്കിംഗ് പോയിന്റ്. ദാറ്റ് ഇസ് പോയിന്റ് എഫ്. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാം. 0 to A ഈ സ്ട്രെസ് ബൈ സ്ട്രെയിൻ കോൺസ്റ്റന്റ് ആയിരിക്കും. വീണ്ടും കുറച്ച് ദൂരം കൂടി ഇലാസ്റ്റിക് പ്രോപ്പർട്ടി നിലനിൽക്കും. ഈ പോയിന്റ് ബി വരെ ഇലാസ്റ്റിക് ആയിരിക്കും. ദാറ്റ് മീൻസ് ലോഡ് റിമൂവ് ചെയ്താൽ ഒറിജിനൽ സ്ഥലത്തേക്കും ഷേപ്പിലേക്കും തിരിച്ചു വരും. ദെൻ സാവധാനം ഈൽഡിംഗ് സംഭവിക്കുന്നു. ദാറ്റ് പോയിന്റ് ഇസ് സി, അപ്പർ ഈൽഡ് പോയിന്റ്. പിന്നെ പെട്ടെന്നായിരിക്കും ചെറിയ സ്ട്രെസ്സിൽ തന്നെ കൂടുതൽ ലോങ്ങേഷൻ വരുന്ന ഒരു അവസ്ഥ വരാം. അപ് ടു ഡി ആ സംഭവം നടക്കും. ദാറ്റ് ഇസ് ഡി ഇസ് ദ ലോവർ ഈൽഡ് പോയിന്റ്. ഇപ്പൊ ഡിയിൽ നിന്ന് പിന്നെ സംഭവിക്കുന്ന വെച്ചാൽ ഇതിന് കൂടുതൽ ലോഡ് കപ്പാസിറ്റി കുറച്ചും കൂടി കിട്ടും. പക്ഷെ അവിടെ ഡിഫോർമേഷൻ മൊത്തം ബാറിൽ ഒരേപോലെ ഇലോങ്ങേഷനും ഒരേപോലെ ഡയമീറ്റർ റിഡക്ഷനും ഉണ്ടാവും. അങ്ങനെ ലോഡ് കൂടി മാക്സിമം ഒരു പോയിന്റ് ഇ എന്ന പോയിന്റിലെത്തും. ദാറ്റ് ഈസ് ദ അപ്പർ ഈൽഡ് പോയിന്റ്. പിന്നെ സംഭവിക്കുന്നത് എന്താ? നെക്ക് ഫോർമേഷൻ ഉണ്ടാവും. നെക്ക് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ റെസിസ്റ്റൻസ്, ഫോഴ്സ് റെസിസ്റ്റൻസ് കുറഞ്ഞു വരും. അല്ലെങ്കിൽ സ്ട്രെസ് വാല്യൂ കുറഞ്ഞു വരും. പക്ഷെ കൂടുതൽ ഡിഫോർമേഷൻ വരുന്നു. അങ്ങനെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ അത് ബ്രേക്ക് ആവുന്നു. ദാറ്റ് ഇസ് എ ബ്രേക്കിംഗ് പോയിന്റ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇവിടുത്തെ ഡിഫറെന്റ് സാലിയൻ പോയിന്റ്സ്. അപ്പൊ എന്തൊക്കെ സാലിയൻസ് പോയിന്റ് വന്നു? പോയിന്റ് എ ഈസ് നോൺ ആസ് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ബി എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ലിമിറ്റ്. സി എന്ന് പറയുന്നത് അപ്പർ ഈൽഡ് പോയിന്റ്. ഡി എന്ന് പറയുന്നത് ലോവർ ഈൽഡ് പോയിന്റ്. ഇ എന്ന് പറയുന്നത് പോയിന്റ് ഇ ഈസ് നോൺ ആസ് ബ്രേക്കിംഗ് പോയിന്റ്. അൾട്ടിമേറ്റ് ലോഡ് കപ്പാസിറ്റി. അൾട്ടിമേറ്റ് ലോഡ് കപ്പാസിറ്റി. എഫ് എന്ന് പറയുന്നത് ബ്രേക്കിംഗ് പോയിന്റ്. അപ്പൊ ഇത്രയും ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടാവുന്ന വേരിയസ് സേലിയൻ പോയിന്റ്സ്. അതേപോലെ തന്നെ ഓരോ റീജിയന് ചില പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലെ. 0 to A എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ആണ്. സിഗ്മയും അബ്സലോണും പ്രൊപ്പോർഷണൽ ആണ്. OAB എന്ന് പറയുന്ന പോയിന്റിനാണ്, അല്ലെങ്കിൽ ആ ഏരിയക്ക് നമുക്ക് ഇലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് പറയാം. C to D ആണ് ഈൽഡിംഗ് പോയിന്റ് അല്ലേ. ദെൻ പിന്നെ നമുക്ക് ആ കർവിന് പ്രത്യേകിച്ച് പ്രോപ്പർട്ടി ഇല്ല. ലോഡ് കൊടുക്കുന്നു, അത് ബ്രേക്ക് ആവുന്നു, അത്രമാത്രം. ഇനി നമുക്കൊരു കാൽക്കുലേഷനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ നമുക്ക് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്താ സാധാരണ ചെയ്യാം? ഏതൊരു ഇതിലും സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നൊരു വാല്യൂ ആണ് ഉപയോഗിക്കുക അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ഓരോ സമയത്തും സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ഓരോ പോയിന്റിലും സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ആർ ടേക്കിംഗ് ദ ഒറിജിനൽ ഏരിയ ഓഫ് ദ ബാർ ആയിരിക്കുമല്ലോ. സപ്പോസ് ദാറ്റ് ഒറിജിനൽ ഏരിയ ഈസ് A1. പക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞു ഇ എന്ന പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഡയമീറ്റർ കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഡയമീറ്റർ കുറഞ്ഞു വന്ന് നെക്ക് ഫോർമേഷനായി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന ഏരിയ A2 ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ A1 എടുക്കണോ A2 എടുക്കണോ? രണ്ടും എടുത്തിട്ട് രണ്ട് തരം കാൽക്കുലേഷൻ ഉണ്ട്. A1 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ സ്ട്രെസ് വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് സിഗ്മ ഈക്വൽ ടു P/A1. അങ്ങനെ കിട്ടുന്ന സ്ട്രെസ്സിന് പറയുന്ന പേരാണ് എഞ്ചിനീയറിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ നോമിനൽ സ്ട്രെസ് എന്ന് പറയും. അതേസമയത്ത് സ്ട്രെസ് വാല്യൂ ഒബ്റ്റൈൻഡ്, ഫൈനൽ സ്ട്രെസ് വാല്യൂ ഒബ്റ്റൈൻഡ് ആസ്
P/A2, ദാറ്റ് ഈസ് ഈ A2 ആണ്. അതായത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കുറഞ്ഞ ഏരിയ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് ട്രൂ സ്ട്രെസ്. ഇതിൽ ഏതായിരിക്കും വലിയ വാല്യൂ? σ1 ആണോ σ2 ആണോ? σ2 ആയിരിക്കും വലുത്. കാരണം ഇവിടെ A2 ഡിനോമിനൽ A2 വാല്യൂ കുറവാണ്, ഇവിടെ A1 കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും σ2 വലിയ വാല്യൂ ആയിരിക്കും, σ1 കുറഞ്ഞ വാല്യൂ ആയിരിക്കും. അപ്പോൾ എഞ്ചിനീയറിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ നോമിനൽ സ്ട്രെസ് എന്ന് പറയുന്നതായിരിക്കും എപ്പോഴും കൂടുതൽ. അതേപോലെ ട്രൂ സ്ട്രെസ് എന്ന് പറയുന്നത്, എഞ്ചിനീയറിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ നോർമൽ സ്ട്രെസ് ആയിരിക്കും കുറവ്, ട്രൂ സ്ട്രെസ് ആയിരിക്കും കൂടുതൽ. ട്രൂ സ്ട്രെസ് ഇസ് ദ ആക്ച്വൽ സ്ട്രെസ് ഹാപ്പനിങ് ഓൺ ദ മെറ്റീരിയൽ. അപ്പോൾ ഇത് രണ്ടും മനസ്സിലായല്ലോ, σ1 σ2 രണ്ട് ഏരിയ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഗ്രാഫിലേക്ക് ഒന്നുകൂടി ഒന്ന് പോവാം. ഇപ്പൊ σ1 ഉപയോഗിച്ചാണ് ഇതൊക്കെ നമ്മൾ വരച്ചിരിക്കുന്നത്. ആക്ച്വൽ ഏരിയ ഡിനോമിനേറ്ററിൽ ഉപയോഗിച്ചിട്ടാണ് ഈ സാധനം വരച്ചിരിക്കുന്നത്. സപ്പോസ് അതിന് പകരം നമ്മൾ A2 ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ, ഈ പോയിന്റ് വരെ വ്യത്യാസമില്ല, സെയിം ഏരിയ തന്നെയാണ്, ഏരിയക്ക് മാറ്റം വരുന്നില്ല. ഇവിടുന്ന് മുതലാണ് ഏരിയ കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. ഈയിലെത്തുമ്പോഴേക്ക് ഏരിയ കുറയുന്നതിന് ചാൻസ് കൂടി കൂടി വരും, ഈക്ക് ശേഷം വല്ലാണ്ട് കുറയും അല്ലേ. അപ്പൊ നമ്മൾ A2 എന്ന വാല്യൂ ഉപയോഗിച്ചാണ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ σ2 വിൽ ബി മോർ. അപ്പൊ നമുക്ക് ഇവിടുന്ന് അതിന് വേറൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഗോയിങ് ലൈക്ക് ദിസ്. ഈ രീതിയിലേക്ക് മാറും. കാരണം സ്ട്രെസ് വാല്യൂ, ഇത് സ്ട്രെസ്സിന്റെ ഗ്രാഫ് അല്ലേ, സ്ട്രെസ് വാല്യൂ എപ്സിലോൺ സെയിം തന്നെയാണ്, പക്ഷേ സ്ട്രെസ്സിന്റെ വാല്യൂ കൂടി കൂടി വരും. കാരണം ഡിനോമിനേറ്ററിൽ ഉപയോഗിക്കുന്ന വാല്യൂ കൂടുതലായതുകൊണ്ട് ആ ഗ്രാഫ് കൂടി കൂടി വരും. അങ്ങനെ ഇവിടെ എത്തുമ്പോഴേക്ക് ഇതിന് വേറെ വാല്യൂ എത്തും, ദാറ്റ് ഈസ് ദ ബ്രേക്കിംഗ് പോയിന്റ് F2 അല്ലെ. സ്ട്രെസ് വാല്യൂ, ലോഡ് സെയിം ആയിരിക്കും, പക്ഷെ സ്ട്രെസ് വാല്യൂ വ്യത്യസ്തമായിരിക്കും. 100 കിലോമീറ്ററിൽ തന്നെ ആയിരിക്കും ബ്രേക്ക് ആവുന്നുണ്ടാവുക, പക്ഷെ നമ്മൾ കണ്ടുപിടിക്കുന്ന സ്ട്രെസ്സിന്റെ വാല്യൂ വ്യത്യാസം ഉണ്ടാവും അല്ലെ. ഇത് ആക്ച്വൽ ഏരിയ അല്ലെങ്കിൽ ഇനീഷ്യൽ ഏരിയ ഉപയോഗിച്ചിട്ട് A1 ഉപയോഗിച്ച് കണ്ടുപിടിച്ച സ്ട്രെസ്സാണ്, ദാറ്റ് ഈസ് ദ നോമിനൽ സ്ട്രെസ്. ഇവിടെ എത്തുന്നതോ രണ്ടാമത്തെ A2, ഫൈനൽ A2 ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ഫൈനൽ ഏരിയ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന സ്ട്രെസ്സാണ്. അത് ട്രൂ സ്ട്രെസ്സാണ്, ആ വാല്യൂ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു ഗ്രാഫ് കിട്ടി, DF2 എന്നൊരു ഗ്രാഫ് കിട്ടി. അപ്പോൾ രണ്ട് തരത്തിൽ ഗ്രാഫായി, ABCDEF ഉണ്ടായി, ABCDF2 ഉണ്ടായി. ഈ ഒരു ഗ്രാഫിന് പറയുന്ന പേരാണ്, ആദ്യം വരച്ചതിന്റെ പേരാണ് നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞ നോമിനൽ സ്ട്രെസ് കർവ്. നോമിനൽ സ്ട്രെസ് കർവ്. ആൻഡ് ദിസ് ഈസ് എന്തായിരുന്നു ഇതിന്റെ പേര്? ട്രൂ സ്ട്രെസ് കർവ് എന്ന് പറയുന്നു. വ്യത്യാസം മനസ്സിലായല്ലോ. ട്രൂ സ്ട്രെസ് നോമിനലിനേക്കാൾ കൂടുതലായിരിക്കും. ഇതാണ് ട്രൂ സ്ട്രെസ് കർവ്. അപ്പോൾ ഇതാണ് രണ്ട് ടൈപ്പ് കർവ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇതിന് പറയുന്ന എഞ്ചിനീയറിംഗ് സ്ട്രെസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇതിന് പറയുന്ന നോമിനൽ സ്ട്രെസ് എന്ന് പറയും, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്ട്രെസ് എന്ന് പറയും. ഇത് ട്രൂ സ്ട്രെസ് ആണ്. ആ രണ്ട് വ്യത്യാസം മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഈ ഗ്രാഫിൽ തന്നെ നമ്മൾ കണ്ടു, ഇവിടെ എ എന്നുള്ള പോയിന്റിലേക്ക് വന്നു, ദെൻ C D E F. ഇത് എന്ത് ഗ്രാഫാണത്? എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നോമിനൽ സ്ട്രെസ് ഡയഗ്രാം. അപ്പോൾ ഈ ഒരു പോയിന്റ് E എന്ന പോയിന്റ് അൾട്ടിമേറ്റ് ലോഡിംഗ് കപ്പാസിറ്റി, അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന സംഭവം പറഞ്ഞു. ഇതാണ് ഈ മെറ്റീരിയലിന്റെ എക്സ്ട്രീം സ്ട്രെസ് കണ്ടീഷനാണ്. ഈ ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്, അതിൽ കൂടുതൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്ട്രെസ്സിന്റെ ഫോർമുല എന്തായിരുന്നു, ഈക്വേഷൻ എന്തായിരുന്നു, അല്ലെങ്കിൽ യൂണിറ്റ് എന്തായിരുന്നു? N/mm², അല്ലേ. ഇത്രയും ന്യൂട്ടൺ, ഒരു mm² 1 ന്യൂട്ടൺ, അതാണ് കപ്പാസിറ്റി. സപ്പോസ് ഇവിടുത്തെ കപ്പാസിറ്റി 100 Nm/mm² ആണെന്ന് വിചാരിക്കാം. അതായത് ഒരു mm² ഏരിയയിൽ 100 ന്യൂട്ടൺ വരെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ അത്രയും സ്ട്രോങ് ആണ് മെറ്റീരിയൽ. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമുക്ക് ഡിസൈൻ ചെയ്യാൻ ഇനി മെറ്റീരിയൽസിനെ. പക്ഷെ സൈറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം, നമ്മൾ എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്താലും ചില ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു ലോഡിംഗ് കണ്ടീഷൻ വന്നേക്കാം അല്ലേ. ഒരു എക്സാമ്പിൾ പറയാം. തൃശ്ശൂർ പൂരത്തിനെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ആ തൃശ്ശൂർ പൂരത്തിന്റെ സമയത്ത് അവിടെ ചുറ്റുപാടൊക്കെയുള്ള ബിൽഡിങ്ങിന്റെ ടോപ്പ് ഫ്ലോറിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടാങ്കിന്റെ മുകളിൽ വരെ ആൾക്കാർ കയറി ടൈറ്റായിട്ട് നിൽക്കും, അത്രയും ആൾക്കാരുണ്ടാവും ഇത് കാണാൻ വേണ്ടി.
അപ്പോൾ ടാങ്കിൻ്റെ ചുറ്റുപാടുള്ള ഡിസൈനിൽ ശരിക്കും നമ്മൾ ടാങ്ക് ഡിസൈൻ ചെയ്യുന്നത് വെള്ളത്തിൻ്റെ കപ്പാസിറ്റിക്ക് മാത്രമല്ലേ. ഈ ഒരു രീതിയിൽ ആൾക്കാർ കയറുന്നതിനെ പറ്റി നമ്മളാരും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അതല്ല അതിൻ്റെ ഉദ്ദേശം. ടാങ്ക് വെള്ളത്തിന് വേണ്ടി മാത്രമാണ്. പക്ഷെ ഇതുപോലെ ഒരു സിറ്റുവേഷൻ വന്നു, ആൾക്കാരിൽ കയറി നിൽക്കുന്നു, അപ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യതയില്ലേ. അപ്പോൾ അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വരികയാണെങ്കിൽ, നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു സിറ്റുവേഷൻ പെട്ടെന്ന് വരികയാണെങ്കിൽ, ഒരുവിധം ഈ സ്ട്രക്ചർ ഫെയിൽ ആവാതെ നിൽക്കണമെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ സ്ട്രെങ്ത് കൊടുത്ത് ഡിസൈൻ ചെയ്യണം, അല്ലേ? വേണം. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, മെറ്റീരിയലിൻ്റെ സ്വന്തമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള സ്ട്രെങ്ത് അല്ലെങ്കിൽ റെസിസ്റ്റിംഗ് കപ്പാസിറ്റി കുറച്ച് കുറവാണെന്ന് അങ്ങ് അസ്യൂം ചെയ്യുന്നു. ആക്ച്വലി ഉള്ളതിനേക്കാൾ കുറച്ച് കുറവാണെന്ന് അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് ഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസൈൻ നമുക്ക് കിട്ടും. സോ ഇതാണ് നമ്മുടെ ഡിസൈനിലെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്ട്രെസ്, അൾട്ടിമേറ്റ് സ്ട്രെസ് കപ്പാസിറ്റി നേരത്തെ പറഞ്ഞ പോലെ അൾട്ടിമേറ്റ് സ്ട്രെസ് കപ്പാസിറ്റി 100 Nm² ആയിരുന്നു. അൾട്ടിമേറ്റ് സ്ട്രെസ് കപ്പാസിറ്റി ഈ എന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതാണ് അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്യുന്നു അതിനത്രയൊന്നും റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓൺലി 75 Nm² മാത്രമേ അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പം എന്ത് സംഭവിക്കുന്നു? ഇത്രയും കുറഞ്ഞ കപ്പാസിറ്റി ഉള്ളൊരു മെറ്റീരിയൽസിന് വേണ്ടി നമ്മൾ ഡിസൈൻ കുറച്ചുകൂടി സ്ട്രോങ് ആക്കി മാറ്റും. അപ്പോൾ ഇൻ എഫക്റ്റ് എന്ത് സംഭവിക്കുന്നത്? ഒരു സേഫർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ അൾട്ടിമേറ്റ് സ്ട്രെസ് ഇതാണെങ്കിലും നമ്മളതിനെ വർക്കിംഗ് രീതിയിലേക്ക് കൊണ്ടുവരുമ്പം, അല്ലെങ്കിൽ കാൽക്കുലേഷന് വേണ്ടി, ആക്ച്വൽ പർപ്പസിന് വേണ്ടിയിട്ട് വർക്കിംഗ് സ്ട്രെസ്സായിട്ട് ഈ ഒരു വാല്യൂ മാത്രമാണ് ഉപയോഗിക്കുള്ളൂ. ഇത് ഇത്ര ലോഡ് വരെ വരുള്ളൂ എന്ന രീതിയിലേക്ക് അതിനെ നമ്മൾ മാറ്റുന്നു, അതിൻ്റെ കപ്പാസിറ്റി കുറച്ച് കാണിക്കുന്നു. സോ ദാറ്റ് സ്ട്രെസ് ഇസ് നോൺ ആസ് വർക്കിംഗ് സ്ട്രെസ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ അൾട്ടിമേറ്റ് സ്ട്രെസ് കുറച്ച് കൊണ്ടുവന്നു. സോ അങ്ങനെ കുറച്ച് കൊണ്ടുവരുന്ന സമയത്ത് നമുക്കൊരു ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. അതായത് 100നെ 3/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സമയത്താണ് നമുക്ക് ഈ 75 കിട്ടിയിരിക്കുന്നത്. ദിസ് 3/4 വാല്യൂ വിച്ച് ഹാസ് ബീൻ മൾട്ടിപ്ലൈഡ് ടു ദ അൾട്ടിമേറ്റ് സ്ട്രെസ് ടു ഒബ്റ്റെയിൻ ദിസ് വർക്കിംഗ് സ്ട്രെസ് ഈസ് നോൺ ആസ് ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നു. ഫാക്ടർ ഓഫ് സേഫ്റ്റി. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ദാറ്റ് ഈസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് സ്ട്രെസ്. ഇത് വർക്കിംഗ് സ്ട്രെസ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ ഒരു അൾട്ടിമേറ്റ് സ്ട്രെസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു, ഓക്കെ ഇത് കണ്ടില്ല അല്ലേ, ഓക്കെ. സോ വർക്കിംഗ് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഒന്നുകൂടി പറയാം. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു വർക്കിംഗ് സ്ട്രെസ്, അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് സ്ട്രെസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റനിൽ ഇതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെസ് നമുക്ക് അറിയാൻ പറ്റും, കാരണം ടെസ്റ്റ് ചെയ്താൽ അൾട്ടിമേറ്റ് സ്ട്രെസ് കിട്ടും. അപ്പോൾ അതിനേക്കാൾ കുറഞ്ഞ വാല്യൂക്ക് വർക്കിംഗ് സ്ട്രെസ്സിലേക്കാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. സോ വർക്കിംഗ് സ്ട്രെസ് വിൽ ബി അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. സോ ദിസ് ഈസ് ദ റിലേഷൻ. അപ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും വർക്കിംഗ് സ്ട്രെസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കാണുക. ആൻഡ് ദിസ് കറസ്പോണ്ടിങ് ടു ദിസ് വർക്കിംഗ് സ്ട്രെസ് വി ആർ ഡിസൈനിങ് ദ members. Okay. So these are the topics that you have to cover in this lecture. Okay. ഇനി നമുക്ക് കാര്യം ചെയ്യാം. ആ യൂണിവേഴ്സൽ UTM മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൻ്റെ ഒരു നോട്ട് നമുക്ക് നിർബന്ധമായിട്ട് വേണം. അത് ഞാൻ പറയാം, ഞാൻ ഡിക്റ്റേറ്റ് ചെയ്യാം, നിങ്ങൾ എഴുതിയെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഹെഡിങ് ചെയ്ത സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഓഫ് മൈൽഡ് സ്റ്റീൽ. സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഓഫ് മൈൽഡ് സ്റ്റീൽ. ഇത് ക്വസ്റ്റ്യൻ വരാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡ്രോ ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് മൈൽഡ് സ്റ്റീൽ ആൻഡ് എക്സ്പ്ലെയിൻ ദ സാലിയന്റ് പോയിന്റ്സ്. ഇങ്ങനെ പറയാം. ഈ സാലിയന്റ് പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു നേരത്തെ നമ്മൾ കണ്ടു, കുറേ പോയിന്റ്സ് അല്ലേ, ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, ആ ഹെഡിങ്ങിന് താഴെ ഡ്രോ ദിസ് ഗ്രാഫ് വിത്ത് എപ്സിലോൺ സ്ട്രെയിൻ അലോങ് ദ x axis, stress along the y axis.
അവിടെ എ ബി എന്നൊരു ലൈൻ, എ ബി അല്ല, ഒ എ എന്ന ലൈൻ ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഓൾമോസ്റ്റ് ക്ലോസ് ടു ദിസ് വൈ ആക്സിസ്. പിന്നെ അവിടെ ചെറിയൊരു വളവുണ്ടാവും, ദാറ്റ് ഈസ് ബി. പിന്നെ കുറച്ചുകൂടി മുകളിലേക്ക് ഒരു പോയിന്റ് സി, പിന്നെ ഡി, ദെൻ അവിടെ നിന്ന് then the points. This is the point E and this is the point F. ഈ ഒരു ഗ്രാഫ് വരയ്ക്കാം. ഇനി ഇതിലെ താഴത്തെ ഓരോ പോയിന്റ്സ് ആയിട്ട് നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എഴുതുന്നത് ഫസ്റ്റ് ലൈൻ ഒ എ. ലൈൻ ഒ എ, അതിന് ഡെഫിനിഷൻ എഴുതുക. എന്താ എഴുതുന്നത്? This is the portion where stress is directly proportional to strain. This is the portion where stress is directly proportional to strain. Next line. Along OA, Hooke's law is valid. Along OA, Hooke's law is valid. അടുത്തത് നെക്സ്റ്റ് ലൈൻ, പോയിന്റ് എ. പോയിന്റ് എ, അതിന്റെ ഡെഫിനിഷനെ കൊടുക്കാൻ പോകുന്നു. പോയിന്റ് എന്റെ പേരാണ് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് എഴുതാം. അതിന്റെ ഡെഫിനിഷൻ എന്ത് വരും? ഇറ്റ് ഈസ് ദ പോയിന്റ് അപ് ടു വിച്ച് the stress is directly proportional to strain. Up to which the stress is directly proportional to strain. Next line is the curve OAB അല്ലെങ്കിൽ line OAB. Curve OAB or line OAB. Definition: this is the elastic region. This is the elastic region. അതിന്റെ താഴെ പോയിന്റ് ബി. പോയിന്റ് ബി, this is the elastic limit. This is the elastic limit. സ്പീഡ് കൂടുതലാണെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക, ഏജ് എടുക്കുക കേട്ടോ. ഓക്കെ, ദിസ് ഇസ് ദ പോയിന്റ് ബി, ദിസ് ഇസ് ദ ഇലാസ്റ്റിക് ലിമിറ്റ്. അതിന്റെ ഡെഫിനിഷൻ എഴുതുക. It is the point up to which the body is elastic. This is the point up to which the body is elastic. അടുത്തത് പോയിന്റ് സി. നെക്സ്റ്റ് ഇസ് പോയിന്റ് സി. അപ്പം അതിന്റെ ഡെഫിനിഷൻ എന്തായിരിക്കും? ഈൽഡിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദിസ് ദ പോയിന്റ് സി. Yielding starts. This point is known as upper yield point. This point is known as upper yield point. This point is known as upper yield point. അവിടെ ഏതാ? അടുത്ത ലൈൻ ഏതാ? കർവ് സി ഡി. കർവ് സി ഡി അല്ലെങ്കിൽ ലൈൻ സി ഡി. Plastic deformation starts. CD-ലാണ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സ്റ്റാർട്ട്സ്. നെക്സ്റ്റ് പോയിന്റ് ഡി. അതിന് പേര് എഴുതാം ലോവർ ഈൽഡ് പോയിന്റ്. ഓക്കെ, അപ്പൊ ലോവർ ഈൽഡ് പോയിന്റ് ആയി. ഇനി എഴുതേണ്ടത് കർവ് DE അല്ലെങ്കിൽ ലൈൻ DE. കർവ് DV ഓർ ലൈൻ DE. ആൻഡ് ഡെഫിനിഷൻ എഴുതുക. ഇൻ ദിസ് റീജിയൻ both the diameter and length
diameter and length changes uniformly along its entire length. Both diameter and length changes uniformly along its entire length. Diameter യൂണിഫോമായിട്ട് കുറയുന്നു, ലെങ്ത് യൂണിഫോമായിട്ട് കൂടുന്നു. In this region, the material regains its strength. In this region, the material regains its strength and resists more load. Okay, and resists more load. ഇനി അടുത്തത് പോയിന്റ് ഇ. എന്താ പേരതിന്? അൾട്ടിമേറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ലോഡ്. അതിനെഴുതാം. ദിസ് ഈസ് ദ പോയിന്റ് where it indicates the maximum load capacity of the material. This is the point which indicates the maximum load capacity of the material. This is the point which indicates the maximum load capacity of the material. This is the point which indicates the maximum load capacity of the material. അടുത്തത് കർവ് ഇ എഫ് അല്ലെങ്കിൽ ലൈൻ ഇ എഫ്. അവിടെ നിന്ന് സംഭവിക്കുന്നു, ഏരിയ പെട്ടെന്ന് കുറയുന്നു അല്ലേ? കർവ് ഇ എഫിൽ അവിടെ എഴുതാം, നെക്ക് ഫോർമേഷൻ സ്റ്റാർട്ട്സ് ആൻഡ് load resistivity reduces. Load capacity reduces. അടുത്ത പോയിന്റ് എഫ്. അതിന് പറയുന്ന പേരാണ് ബ്രേക്കിംഗ് പോയിന്റ്. Here the material fails. Breaking point, here the material fails. ഓക്കെ, അപ്പോൾ ഇത്രയും സാലിയൻ പോയിന്റ്സ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ സ്ട്രെസ് വ്യത്യാസം വരുന്ന ഒരു കർവും കൂടി വരച്ച് ഇത് കംപ്ലീറ്റ് ആയി. ഇവിടെ എഴുതുക, അടുത്ത ലൈൻ എഴുതുക, the stress is usually calculated using the original cross-sectional area of the bar. The stress is usually calculated using the original cross-sectional area of the bar. The stress corresponding to this is known as engineering stress. The stress corresponding to this is known as engineering stress or nominal stress. താഴെ strain corresponding to this is known as engineering strain or nominal strain. Next line, if we are using the reduced area for the stress calculation, the stress obtained is known as true stress. The stress obtained is known as true stress. ഓക്കെ, അത്ര എഴുതിയല്ലോ. ഇനി അടുത്തത് ലൈൻ ഏതുണ്ട്?
ഇനി എഴുതുന്നതിന് മുന്നേ ഈ ഗ്രാഫിൽ ഒരു പുതിയ സാധനം കൂടി വരച്ചു ചേർക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു എന്ത് കർവായിരിക്കും ഇതിന്റെ പേര്? ഇതിന്റെ പേരാണ് ട്രൂ സ്ട്രെസ് കർവ് അല്ലേ? ദിസ് ഈസ് എഫ് ഡാഷ്. എന്നിട്ട് ഇവിടെ താഴത്തെ പേര് എഴുതുക നോമിനൽ സ്ട്രെസ് കർവ്. ഇവിടെ എഴുതുക ട്രൂ സ്ട്രെസ് കർവ്. That is the true stress curve and this is the nominal stress curve. ഈ രണ്ട് പേര് എഴുതാം. എഴുതിയോ? ഇനി ഈ പറഞ്ഞ എന്താണെന്നും കൂടി നമുക്ക് ഡിഫൈൻ ചെയ്യണം. നെക്സ്റ്റ് ലൈൻ എഴുതുക. The curve O A B C D E F. The curve OA BCD EF is termed as nominal stress curve. The curve OABCDEF is termed as nominal stress curve. അടുത്തത് the curve OABCDF dash. The curve OABCDF dash is termed as true stress curve. Is termed as true stress curve. Okay. Next, അടുത്ത ടോപ്പിക് വർക്കിംഗ് സ്ട്രെസ്. നെക്സ്റ്റ് സൈഡ് ഹെഡിങ് വർക്കിംഗ് സ്ട്രെസ്. അതിൻ്റെ ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. വർക്കിംഗ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു അപ്ലൈഡ് ലോഡ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റിംഗ് ഏരിയ. അപ്ലൈഡ് ലോഡ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റിംഗ് ഏരിയ, അതാണ് വർക്കിംഗ് സ്ട്രെസ്. നെക്സ്റ്റ് സൈഡ് ഹെഡിങ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്താണ്? ഫാക്ടർ ഓഫ് സേഫ്റ്റി നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അതിൻ്റെ താഴെ എഴുതുക for designing purpose to ensure safety for designing purpose to ensure safety it is necessary to reduce the stress value to reduce the stress value to a lower value than the ultimate stress. This lower value is called working stress or allowable stress. This lower value is called working stress അല്ലെങ്കിൽ allowable stress, and the corresponding load is termed as working load or allowable load. Next line, the ratio between ultimate stress and allowable stress is known as factor of safety. The ratio between ultimate stress and allowable stress is known as factor of safety. ഇത് വേറെ രീതിയിലും പറയാം. നെക്സ്റ്റ് ലൈൻ എഴുതുക or factor of safety is equal to ultimate load divided by allowable load. allowable load എന്ന് പറയുന്നത് നമുക്ക് വർക്കിംഗ് ലോഡ് എന്ന് പറയാം.
സോ അൾട്ടിമേറ്റ് ലോഡ് ഡിവൈഡ് ബൈ അലോവബിൾ ലോഡ്. സോ ഫാക്ടർ ഓഫ് സേഫ്റ്റി രണ്ട് ഇക്വേഷനാണ്. ഒന്ന് അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ അലോവബിൾ സ്ട്രെസ്സും അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ലോഡ് ബൈ അലോവബിൾ ലോഡ്. ഓക്കെ, യെസ്. ഇനി ഒരു 1-2 പ്രോബ്ലം എക്സാമ്പിൾ ചെയ്യാം. ബാക്കി ഇതിന് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ആദ്യത്തെ പ്രോബ്ലമാണ്. This is the problem. This one. A steel wire is used to raise a load of 4 kilonewton. Determine the diameter of the wire. Determine the diameter of the wire if ultimate stress of the wire material is 140 Newton per mm square. And assume a factor of safety. Okay, അത് എഴുതിയെടുക്കാം. നമുക്ക് പ്രോബ്ലത്തിലേക്ക് നേരിട്ട് പോകാം. അപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? അൾട്ടിമേറ്റ് സ്ട്രെസ് തന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു 140 ന്യൂട്ടൺ പെർ mm സ്ക്വയർ തന്നിട്ടുണ്ട്. നമുക്കെപ്പോഴും എന്താ വേണ്ടത്? വർക്കിംഗ് സ്ട്രെസ് മാത്രമേ നമ്മൾ കാൽക്കുലേഷനിൽ വേണ്ടുള്ളൂ. അപ്പോൾ ഈ അൾട്ടിമേറ്റ് സ്ട്രെസ് എങ്ങനെ വർക്കിംഗ് സ്ട്രെസ് കാണാൻ പറ്റും? ദാറ്റ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണെങ്കിൽ നമുക്ക് അൾട്ടിമേറ്റ് സ്ട്രെസ് കാണാൻ പറ്റും. വർക്കിംഗ് സ്ട്രെസ് കാണാൻ പറ്റും. സോ വാട്ട് വിൽ ബി ദ വർക്കിംഗ് സ്ട്രെസ് ഹിയർ? It is given factor of safety is equal to 5. So what will be the working stress? 140 divided by 5, that is equal to around 28 Newton per mm square. So that is the 140 Newton per mm, 28 Newton per mm square. ഇപ്പോൾ വർക്കിംഗ് സ്ട്രെസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം? ഡയമീറ്റർ കണ്ടുപിടിക്കണം. സോ ദ സ്ട്രെസ് വാല്യൂ സിഗ്മ എന്ന് കിട്ടിക്കഴിഞ്ഞു. സിഗ്മ ഇസിക്കൽ നമുക്കറിയാം ഫോഴ്സ് പെർ ഏരിയ ആണ്, P/A അല്ലെങ്കിൽ F/A ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ഡയമീറ്റർ ഈക്വൽ ടു വാട്ട്? അപ്പോൾ ഡയമീറ്റർ എവിടെ നിന്ന് കിട്ടും? ഏരിയ എന്ന് കിട്ടും. അപ്പോൾ ഏരിയ അറിയാമെങ്കിൽ ഡയമീറ്റർ കാണാൻ പറ്റും. ഇവിടെ പിയും അറിയാം, സിഗ്മയും അറിയാം. സിഗ്മ ഇസ് 28 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. സിഗ്മ ഇസ് ഈക്വൽ 28 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. പി ഫോഴ്സ് എത്ര തന്നത്? 4 കിലോ ന്യൂട്ടൺ. നമുക്കറിയാം എപ്പോഴും ന്യൂട്ടനും മില്ലിമീറ്ററും മാത്രമേ പാടുള്ളൂ, കിലോ ന്യൂട്ടൺ ഇല്ല. സോ ദിസ് വിൽ ബി 4000 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് ഏരിയ ഫ്രം ദാറ്റ് ഡി വിൽ ബി ഒബ്റ്റൈൻഡ്. ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡി? ഹിയർ ദ ആൻസർ ഈസ് 13.5 mm. ചെയ്ത് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് technical error. Okay, so this is the second question. A hollow steel column. ബാക്കി നോക്കരുത്, ക്വസ്റ്റ്യൻ മാത്രം നോക്കാം. The hollow steel column is used to carry an axial compressive load of 2 meganewton. The external diameter of the column is 200 mm. Ultimate stress is given. Calculate the required internal diameter of the column. Okay, ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു കോളം, അതിന് ഒരു ഇന്റേണൽ ഡയമീറ്റർ ഉണ്ട്, എക്സ്റ്റേണൽ ഡയമീറ്റർ ഉണ്ട്. ഒരു കോളം ആക്സിയൽ കംപ്രസീവ് ലോഡായിട്ട് ആക്ട് ചെയ്യുന്നത് 2 മെഗാ ന്യൂട്ടൺ ആണ്. ഈ മെഗാ ന്യൂട്ടൺ എങ്ങനെ നമ്മൾ ന്യൂട്ടണിലേക്ക് കൊണ്ടുവരും? മെഗാ എന്ന് പറഞ്ഞാൽ 10⁶ ആണ്. അപ്പോൾ 2 × 10⁶ ന്യൂട്ടൺ എന്നായിട്ട് മാറി അല്ലേ? പിന്നെ തന്നിരിക്കുന്നത് എക്സ്റ്റേണൽ ഡയമീറ്റർ ഇസ് 200 mm. ദിസ് ഇസ് 200 mm. അത് ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു 200 mm. അൾട്ടിമേറ്റ് സ്ട്രെസ് അഗെയിൻ, അൾട്ടിമേറ്റ് സ്ട്രെസ് ഇസ് ഗിവൺ 480 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇസ് ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ വർക്കിംഗ് സ്ട്രെസ് എന്തായിരിക്കും? 480 by 5, that will be equal to എത്ര വന്നു? 96 ന്യൂട്ടൺ പെർ mm സ്ക്വയർ കിട്ടി. ഇപ്പോൾ വർക്കിംഗ് സ്ട്രെസ് അറിയാം, ലോഡ് അറിയാം. നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ കാണുമ്പോൾ നമുക്ക് ഇക്വേഷൻ സിഗ്മ ഈക്വൽ ടു P/A എഴുതാം, where A is to be calculated
and that will be P by sigma ആയിരിക്കും. P എന്നുള്ളത് 2 into 10 raised to 6 divided by sigma is 96. Some value will be obtained as 20. The value obtained is 20833 mm square. ഇനി അതിനകത്ത് എങ്ങനെ എക്സ്റ്റേണൽ ഏരിയ കണ്ടുപിടിക്കാൻ നോക്കാം. ഒരു എക്സ്റ്റേണൽ ഡയമീറ്റർ ഇന്റേണൽ കണ്ടുപിടിക്കണ്ട അല്ലേ. എക്സ്റ്റേണൽ ഡയമീറ്റർ ഇസ് 200, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഡി. ഇന്റേണൽ ഡയമീറ്റർ ഡി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്തായിരിക്കും? ഇതാണ് നമുക്ക് ആകെ എഫക്റ്റീവ് ആയിട്ടുള്ള ഏരിയ ഉള്ളൂ അല്ലേ. ദാറ്റ് ഏരിയ ക്രോസ് സെക്ഷൻ വിൽ ബി പൈ ബൈ 4 ക്യാപിറ്റൽ ഡി സ്ക്വയർ മൈനസ് പൈ ബൈ 4 സ്മോൾ ഡി സ്ക്വയർ. ഇതിൻ്റെ അകത്ത് സ്മോൾ ഡി കിട്ടും. ആൻഡ് ദ ആൻസർ ഈസ് 116 mm. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. 116 mm. So this is the problem. സോ ബാക്കി പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തരാം. എല്ലാ പ്രോബ്ലം ഞാൻ മൊത്തം നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ തല പുകയ്ക്കൂല. അതുകൊണ്ട് കുറച്ച് ക്ലൂ തരുള്ളൂ. ബാക്കി നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട്, ഇന്നലെ 1-2 ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ ഡൗട്ട് ചോദിച്ചുകൊണ്ട്. അതേപോലെ എല്ലാവരും ഇരുന്ന് വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് അതിൽ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ഡൗട്ട് വരിക, കൂടുതൽ ക്ലാരിറ്റി കിട്ടുക. സോ എല്ലാ പ്രോബ്ലം ഞാൻ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ചില ക്ലൂ മാത്രമേ ഞാൻ തരുള്ളൂ. ബാക്കി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് ഇയർ ആയി തുടങ്ങിയില്ലേ. ഫസ്റ്റ് ഇയറിലെ പോലെ കൂടുതൽ പ്രോബ്ലം ടീച്ചേഴ്സ് തന്നെ ചെയ്തു വരുന്ന ഒരു ശീലം നമുക്ക് പറ്റില്ല. ബാക്കി നിങ്ങൾ തന്നെ സ്വന്തം വർക്കൗട്ട് ചെയ്യേണ്ട ഒരു സ്റ്റേജിലേക്കാണ് ഇനി പോകുന്നത് അല്ലേ. ഇതിന് കോൺസെപ്റ്റ് ആകെ കുറച്ചല്ലേ ഉള്ളൂ, നമുക്ക് വർക്ക്ഷീറ്റ്സ് കണ്ടുപിടിക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇനി ഇതിൻ്റെ അകത്തുള്ളത് ചില കളികളാണ്. ഈ 2 ഫോർമുല മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു വിട്ടിട്ടുള്ള കുറേ ഐഡിയാസ്. അത് വർക്കൗട്ട് ചെയ്ത് പഠിക്കാൻ വേണം. ഞാൻ ക്വസ്റ്റ്യൻസ് തരാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്. ബൈ.